ഇങ്ങനെയാണ് കടലിലോട്ട് വഞ്ചിറക്കുന്നത്. എന്താ പിന്നെ ഈ വീഡിയോ കണ്ട് ചാനലിൽ വരുന്ന എല്ലാവരും ആദ്യം തന്നെ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക ചാനൽ. അതേപോലെ ബെല്ലും അടിച്ച് ഓണാക്കി വെക്കാം. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം സഫലമായൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് ഞാനൊരു ക്യാമറ മേടിച്ച്, അപ്പോൾ ആ ക്യാമറനെ കുറിച്ചുള്ളൊരു റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് റിവ്യൂ ആണ് പറയാനുള്ളത്, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇല്ല. പിന്നെ ഗോപ്രോനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. GoPro 10 ആണ് ഞാനപ്പോൾ മേടിച്ചത്. അപ്പോൾ ഈ GoPro 10 ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട്. വീഡിയോയിൽ എന്തായാലും GoPro മേടിച്ചിട്ട് എത്ര രൂപ ചിലവായി, എവിടെ നിന്നൊക്കെ മേടിക്കുന്ന ലാഭം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ക്യാമറ മേടിക്കാൻ പോകുന്നവർ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി ഭാഗത്തു നിന്ന് ലാഭമായിട്ട് എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് GoPro കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് നമുക്ക് GoPro കിട്ടുന്നത് ഇങ്ങനെയാണ്. കണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇതായിട്ട്. ഞാനിത് ബണ്ടിൽ പാക്കല്ല മേടിച്ചത്, ഇതായിട്ട് തന്നെയാണ് ഈ ഒരു ഇതാണ് മേടിച്ചത്. നമുക്ക് GoProനൂടെ ആകെ ഇത്രയും സാധനം അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ കിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സാധനങ്ങൾ കിട്ടുന്നത് ബണ്ടിൽ പാക്ക് മേടിക്കും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ എൻ്റെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, കാരണം GoProനെ കുറിച്ച് അറിയാത്തത് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയണേ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചറുകൾ. ഒന്ന് കണ്ടോട്ടെ. പിന്നെ ഞാനിത് ഇങ്ങനെ ഫീച്ചറായൊന്നും എടുത്തൊന്നും പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം GoPro എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാട്ടെ. അപ്പോൾ ഈ പെട്ടി വെറുതെ ഇവിടെ ഇങ്ങനെ തുറക്കാനുള്ളൂ കേട്ടോ. അത് ഇവിടെ ഒരു ഇത് തുറക്കാം. പിന്നെ GoProൻ്റെ ഒരു ബാഗിലാണ് GoPro വരണത്. അപ്പോൾ ഈ ബാഗിൻ്റെ ഇവിടെയും GoPro എന്ന് പറയുന്നത് നമുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാഗ് നല്ല അടിപൊളി ബാഗാണ്. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വരല്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ, ഒരു ഇതാണ് ഓപ്പണൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് വരല് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ GoProൻ്റെ വരല്. ഇങ്ങനെ തന്നെ ആയിരിക്കും ക്യാമറ ഇരിക്കണം. ഇതിൻ്റെ ചുറ്റിനെയും ഒരു ഇതുണ്ടാവും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇത്രയും, ഈ ഒരു 3 ഐറ്റവും, ഒരു ബാറ്ററിയും ഒരു ചാർജറും ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടൂല കേട്ടോ. ബണ്ടിൽ പാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കും ഉണ്ടാവും, GoProൻ്റെ ഒരു സ്റ്റിക്കും, പിന്നെ ഒരു മൗണ്ടും, അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു ബാറ്ററി എക്സ്ട്രാ ഉണ്ടാവും. അതാണ് ബണ്ടിൽ പാക്ക് എന്ന് ഉള്ളത്. ഞാൻ ബണ്ടിൽ പാക്കല്ല മേടിച്ചത്, ഇതാണ് മേടിച്ചത്. പിന്നെ നമുക്കിതാണ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ GoProൻ്റെ ഇപ്പോൾ എക്സ്ട്രാ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്ക് അഡാപ്റ്ററാണ് മേടിച്ചത്. മൈക്ക് അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല, മൈക്ക് കണക്ട് ചെയ്യണത്. ഈ സാധനം ഉണ്ടെങ്കിലാണ് GoProയിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ കൂടെ മേടിച്ച്. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4500 രൂപ തന്നെയാണ്. ഈ MRP തന്നെയാണ് നമുക്ക് തന്നത്, പൈസ കുറച്ചൊന്നും നമുക്ക് തന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിങ് കേസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GoProൻ്റെ തന്നെ ഒറിജിനൽ ചാർജറാണ് മേടിച്ചത്. GoProൻ്റെ 2 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചാർജറും എക്സ്ട്രാ ഈ ഒരു ബാറ്ററി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയേട്ടാ. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5800 രൂപ വില വരുന്നത്. ഈ MRP ഒറ്റ പൈസ പോലും നമുക്ക് കുറച്ച് അവർ തന്നൊന്നുമില്ല കേട്ടോ. ഈ MRP തന്നെ ആയിരുന്നു. ചാർജർ ഞാൻ കാണിച്ചുതരാം. ചാർജർ നമുക്ക് ഇതാണ് വരുന്നത്. ഈ ഇങ്ങനെയാണ് ചാർജർ വരുന്നത്. ഇതിൽ ബാറ്ററി ഇതേ നോക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഇതിവിടെയാണ് അതിൻ്റെ C ടൈപ്പ് കേബിളാണ് വന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയത് ഒരു ചാർജ് ചെയ്യാനുള്ള കേബിളും ഇത്രയും സാധനമാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയത്. പിന്നെ ചാർജിൻ്റെ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ 2 ലൈറ്റ് ഉണ്ട്. ഇവിടെ ആദ്യം ഓറഞ്ച് ലൈറ്റ് ആയിരിക്കുള്ളൂ, ചാർജ് ഫുള്ളായതിനു ശേഷം പച്ച ലൈറ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഞാൻ GoProയിൽ ഇടാനായിട്ട് മേടിച്ച മെമ്മറി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡ്. ഇതിന് എനിക്ക് ഒരെണ്ണത്തിന് 1500 രൂപ 1600 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1600 രൂപ വെച്ചിട്ട് 2 മെമ്മറി കാർഡ് മേടിച്ച്. പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മവോനോ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ മൈക്കാണ്ട. മവോനോ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മൈക്കാണ്ട മേടിച്ചത്. അത് ഇന്ന് വന്നോട്ടെ. ഈ മൈക്കിന് 400 രൂപ അത്രയും അടുപ്പിച്ചായിട്ടുള്ളൂ. 490 കേട്ടോ, സോറി 500 രൂപ അടുപ്പിച്ച് ഈ മൈക്കിനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ മൈക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ കവറിലാണ് മൈക്ക് കിട്ടുന്നത്. പിന്നെ മൈക്ക് ഇതാണ്ട വരണത്. ഏകദേശം വയറിന് ഇത്രയും നീട്ടമുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് സംഭവം മെയിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യില്ല, ആ സമയത്ത് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഉപയോഗിക്കണതാണ് ഈ മൈക്ക് എന്ന് പറയുന്നത്.
ഇതിന് വേറെ ഇതൊന്നുമില്ല, ഇത്തിരി വയറുണ്ട്, അതൊന്ന് ചുരുട്ടിയ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് തന്നെയാണ് ഗോപ്രോയിൽ കണക്ട് ചെയ്യണം പിന്നാണിട്ടത്. ഇത് കുത്തിയിട്ട് വേണം ഗോപ്രോൻ്റെ ഇതിൽ കുത്താനായിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഗോപ്രോ കണക്ട് ചെയ്യണത്. ഇത് പിന്നെ ഗോപ്രോയിൽ മൗണ്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കേസും ഇത് ഇടുന്ന ഫുള്ള് ഇത് വെക്കാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിരുന്നു. അത് വന്നിട്ടില്ല. അത് രണ്ടും എനിക്ക് ഓർഡർ ചെയ്തത് കടയിൽ നിന്ന് കിട്ടിയില്ല, ഷോപ്പിൽ നിന്ന്. പിന്നെ സംഭവം ഇതെല്ലാം മേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഗോപ്രോൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അത് ഫുള്ളിരുന്ന് കാണും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മേടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് തിരക്ക് പിടിച്ചാണ് പോയി മേടിച്ചത്. വലിയ അന്വേഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ നഷ്ടം വന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപ്രോവിൻ്റെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഗോപ്രോ നമുക്ക് കടയിലുണ്ടായിരുന്നത് ലുലുവിൽ. പിന്നെ മൈജി ചെന്ന് കഴിഞ്ഞപ്പോൾ വില കൂടുതലാണ് അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഗോപ്രോ ലുലുവിൽ തന്നെ എടുത്ത് പിന്നെ ട്രൈപോഡ് മേടിച്ച്. അത് തന്നെ ട്രൈപോഡ് മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഗോപ്രോൻ്റെ യഥാർത്ഥ നഷ്ടം നമ്മൾ മനസ്സിലാക്കിയത്. ആ കടയിൽ ഗോപ്രോ നമ്മൾ ഈ 2 കടേനെ അപേക്ഷിച്ച് ഭയങ്കര വില കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടം വരെ പോയി ഞങ്ങൾ അന്വേഷിച്ചില്ലായിരുന്നു. ഈ ട്രൈപോഡ് മേടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ട്രൈപോഡിൻ്റെ കമ്പനി ഏതായിരുന്നു? ഉലാൻസിയ അങ്ങനെ പറയുന്ന ഒരു കമ്പനിയാണ് ട്രൈപോഡ്. സംഭവം നല്ല ട്രൈപോഡ് തന്നെയാണ്. അതിന് ഒരു 1500 രൂപയായി. പിന്നെ അതിലൊക്കെ മൗണ്ടിന് ഒരു 200 രൂപയും എക്സ്ട്രാ മേടിച്ച് അങ്ങനെ ഒരു 1400 200 1600 രൂപ മൊത്തം നമുക്ക് ആ ഒരു ട്രൈപോഡിന് മാത്രമായിട്ടുണ്ട്. ട്രൈപോഡ് സംഭവം അടിപൊളി ട്രൈപോഡ് തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിച്ചു തരാം ട്രൈപോഡ്. അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പോയി, അതാണ്. അപ്പോൾ നമുക്ക് ഈ ഗോപ്രോയിൽ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. നിങ്ങൾ അതുവഴി കണ്ടുകൊണ്ടോ. അതിൽ ഞാൻ ഗോപ്രോൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് അല്ല, ഗോപ്രോൻ്റെ ആ വില കുറഞ്ഞ ആ ഷോപ്പ് ഉണ്ടല്ലോ കൊച്ചിയില, അത് ഞാൻ എവിടെയാണെന്നും പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയിട്ട് ഫുള്ള് കണ്ടുകൊണ്ട് പോട്ടെ. നമ്മ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടായിട്ടുണ്ടോ, മതിലുമേഘ നല്ല കിട്ടില്ലനായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഴ്ചത് ഇവിടെ നിന്ന് തുടങ്ങേണ്ട. ഇവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട 2 സൈഡും പാടമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ക്യാമറയിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്നോ അങ്ങനെയുള്ള യാതൊരു ഐഡിയയും എനിക്ക് ഇപ്പം ഇല്ല. ഇനി എന്തായാലും കുറച്ച് ദിവസം ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ആ ഒരു അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുണ്ടാവും. ഇപ്പം എന്തായാലും എനിക്ക് വീഡിയോ എങ്ങനെ ഷൂട്ടാവണം അങ്ങനെ എങ്ങനെയൊന്നും വലുതായിട്ട് അറിയില്ല. പിന്നെ ആദ്യം ഞാൻ ഒരു 6 മണി ആ ഒരു സമയം 6 മണിക്ക് മുമ്പ് നേരം വെളുത്ത് വന്ന സമയം നമ്മുടെ അത് നിൽക്കട്ടോ, നമ്മുടെ ഒരു ഐസ് പ്ലാന്റാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഐസ് പ്ലാന്റ് കണ്ടോ. ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഒരു 6 മണി സമയം 6:30 സമയം ഞാൻ ഇതിൽ കൂടെ പോയതാണ് കേട്ടോ. പോയ സമയത്തേ വീഡിയോ ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് പോയത്. പക്ഷേ ഫസ്റ്റ് ഒരു ഇതായതുകൊണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് പിടുത്തോണ്ടായിരുന്നില്ല. ക്യാമറ കുറച്ച് താന്നിരിക്കുന്നു, വ്യൂ ഒന്നും അധികം കിട്ടിയില്ല. അതുകൊണ്ട് തിരിച്ച് വന്ന് ഷൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് വേറൊരു കാഴ്ച എന്തായാലും കണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവിടെ അടിപൊളിയാണ് കേട്ടോ, കാണാനായിട്ട് നല്ല അടിപൊളി സ്ഥലം. എന്താ മതിലുമ്പോൾ നോക്കി എന്താണ് മതിലുമ്പോൾ കണ്ടോ നിങ്ങൾ, നല്ല അടിപൊളി പടമൊക്കെ വരച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട്. ചീനോലയും കാര്യങ്ങളും പൊളി കണ്ടോ. ഈ പടമൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ പടം വരച്ചിട്ടുണ്ട് കേട്ടോ. ആരായാലും കൊള്ളാം. അപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിപ്പുള്ളി ബീച്ചാണ് കേട്ടോ. കുഴിപ്പുള്ളി ബീച്ചിൻ്റെ ആ റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ വരില്ല അപ്പുറം വഴിയാണ്. ഈ വഴിയാകുമ്പോൾ 2 സൈഡും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കാണാനില്ല. കുറച്ച് ദൂരം സൈക്കിളോട്ടാണ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സൈഡ് വന്നത്. ആദ്യത്തെ വീഡിയോ തന്നെ ഒരു കളർഫുൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്യാമറ എടുക്കാൻ പോയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസാണ് പറയാനുള്ളത്. അതായത് അവിടുന്ന് ഇങ്ങനെ ഒരു തരത്തിൽ പൈസ ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ക്യാമറ മേടിക്കാനായിട്ട് പോയി. അപ്പോൾ വലിയ ധാരണയില്ലാത്ത 2 പേരാണ് ക്യാമറ എടുക്കാനായിട്ട് പോയത്. ഇതിനു മുമ്പത്തെ ഒരു പാൽക്കുളമേട് വീഡിയോ പോയി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിവിടെ ലിങ്ക് കൊടുക്കട്ടെ. ആ വീഡിയോയിലുള്ള OSസും ഞാനാണ് ക്യാമറ മേടിക്കാനായിട്ട് പോയത്. അപ്പോൾ വലിയ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് ലുലു മാളിൽ പോയി. അവിടെ ക്യാമറ ഉണ്ടാവും എന്ന് വിചാരിച്ച് അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 9 ഒരുപാട് ഇതുണ്ടായിരുന്നു ക്യാമറ.
10 ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ 10ൻ്റെ വില പറഞ്ഞത് 49,000 രൂപയാണ് 10ൻ്റെ വില പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ മൈജിയിൽ പുറത്ത് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 54,000 രൂപയാണ് പറയണത്. അപ്പോൾ നമുക്ക് ലാഭം അങ്ങനെ വന്നാലും 49,000 രൂപയാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ട്രൈപ്പോഡാണ് കിട്ടുന്നത്. അപ്പോൾ അത് വേണ്ടിയിട്ട് അത്രയും പൈസ കൊടുക്കണം. ട്രൈപ്പോഡും ഒരു മൗണ്ടും വേറെ എന്തോ ഇതും കൂടിയാണ് കിട്ടണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4,000 രൂപ, 4,000 അല്ല 6,000 രൂപ കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈജിയിൽ നിന്ന് മേടിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുന്നുണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ഒരു അപ്പം വല വീശി, പിന്നെ ഇങ്ങനെ ദൂരെ കിളിയൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ GoPro ലുലു മാളിൽ നിന്ന് പർച്ചേസൊക്കെ ചെയ്ത് മൈജി പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ, ബാറ്ററി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച്, ബാറ്ററി ചാർജ് ചെയ്യണോ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഒരു ട്രൈപ്പോഡ് മേടിക്കാനായിട്ട് നമ്മൾ പെൻഡാമേനകയിൽ പോയി. പെൻഡാമേനകയിൽ ചെന്ന് അവിടെ ഒരു GoProൻ്റെ ഷോപ്പുണ്ട്. ശരിക്കും എനിക്ക് ആ കടയിൽ കയറണവർ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. GoProൻ്റെ ഒരു ഷോപ്പ് പെൻഡാമേനകയിൽ അങ്ങനെ ഉണ്ടെന്ന്. കേട്ടോ ഞാനൊരു വ്യൂ കാണിച്ചു തരട്ടെ. എന്തായാലും സൂര്യൻ നോക്കി കാണണ്ട, സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് സംഭവം ഉണ്ടല്ല. GoPro ക്യാമറയിൽ സൂം ചെയ്ത് കാണിക്കാനായിട്ട് പറ്റൂല കേട്ടോ. അതല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചാനായിട്ട്. അതേ കിളി ഇങ്ങനെ, അത് എരണ്ടേ നീർക്കാക്കിയോ അങ്ങനെ എന്തോ ഒരു കിളിയാണ് പറന്നോണത്. നീർക്കാക്കയാണ് തോന്നുന്നത്. അതന്നെ നീർക്കാക്കിയിരിക്കും. ഒരു കൂട്ടം നീർക്കാക്കേണ്ട കേട്ടോ. പറന്നിറങ്ങാൻ പോണേണ് വെള്ളത്തിൽ അല്ലേ, ഇറങ്ങാൻ പോണേല്ലേ, പറന്നിറങ്ങും എന്നാണ് തോന്നുന്നത്. പറഞ്ഞു വന്നത് പെൻഡാമേനയിൽ കയറണവരെ നമുക്ക് ആ ഷോപ്പ് അവിടെ, അങ്ങനെ ഒരു ഷോപ്പ് GoProൻ്റെ അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പെൻഡാമേനയിൽ ചെന്ന് നമ്മൾ ട്രൈപ്പോഡ് വെച്ച സമയത്ത് അവിടെ ആ ചേട്ടൻ GoProൻ്റെ വില പറഞ്ഞ് നമ്മൾ എന്തായാലും ലുലു മാളിൽ നിന്നൊക്കെ എടുത്താലും വില കുറവാണ് പെൻഡാമേനയിൽ. പിന്നെ ലുലു മാളിൽ നിന്ന് എടുക്കാനായിട്ട് നിർബന്ധിതരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുറത്ത് പോയി ചോദിച്ച സമയത്ത് 54,000 പറഞ്ഞ്, അവിടെ 49,000 പറഞ്ഞ്. അങ്ങനെ വരുമ്പോൾ അതായിരുന്നു നമുക്ക് ലാഭം. അതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് എടുത്തത്. പിന്നെ ആ ഒരു പീസും കൂടി തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ GoPro നമുക്ക് ആ വിലക്ക് കിട്ടില്ലല്ലോ. പിന്നെ ഈ ചേട്ടൻ നേരത്തെ ഞാൻ ആദ്യം വീഡിയോ എടുത്ത് പോയപ്പോൾ ഇവിടെ കൂടെ നടക്കണുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ ചേട്ടൻ വിചാരിക്കണ്ട എന്താണ് മറക്കുന്നത്. GoProക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ കടയിൽ ചെന്നൊന്ന് അന്വേഷിക്കുക. ആ കടയിലെ ചേട്ടൻ അടിപൊളിയായിരുന്നു. കമ്പനി നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഈ ക്യാമറ എടുത്തിട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നും അങ്ങനെയൊന്നും അറിയില്ല. ഇതിനു മുമ്പ് ക്യാമറയും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഫോണാണ് Note 9 Pro Max. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു എന്താണ് നീ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാത്തത്, അതായത് പരിചയമുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവർ ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പാൽക്കുളമേട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ക്യാമറയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറി അങ്ങനെ ക്യാമറയൊക്കെ ഷോക്കായിട്ടിരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാളും വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ ഒരു ക്യാമറ മേടിക്കുന്നവരെയും വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് നാൾ നമുക്കിങ്ങനെ സൈക്കിളിനൊക്കെ പോയി വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ സൈക്കിളിനൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് നമ്മുടെ ഏരിയ ഒക്കെ കാണിച്ച് ഇതായിട്ട് നിൽക്കുക. അപ്പോൾ വാടാ നമുക്ക് അങ്ങോട്ട് പോകാം. കുറച്ച് അതെ കുഴിപ്പുള്ളി കണ്ട, കുഴിപ്പുള്ളി ബീച്ചാണ്. അവിടെ ചേട്ടന്മാർ കണ്ട വഞ്ചി അവിടെ ഇറക്കാനായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മിക്ക മതലും പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനം എന്താണെന്നറിയോ, ഇതെന്താണെന്നറിയോ, സാധനമാണ് മുള്ളമ്മന്നേരം മുള്ളട്ടാ. നമുക്ക് സൈക്കിൾ നോക്കിയിട്ട് കിടത്തിയിടാം. ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ബീച്ചിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അതാണ് ബീച്ച് റോഡ്, നേരെ കാണാനിട്ട ബീച്ച്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പോയണ്ട ചെറായി പാലം. ഇതേപോലെ തന്നെയാണ് ഇപ്പുറം വ്യൂ. ഇത് നല്ല വ്യൂ ആണ് കേട്ടോ. നാളെ കാണാം. നമ്മുടെ കോൺക്രീറ്റ് വഴിയിലോട്ട് കയറേണ്ട. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും ഫസ്റ്റ് വീഡിയോ തന്നെയല്ലേ. ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോട്ടെ, ഇവിടെ മുതൽ കാണാൻ നമുക്ക് തുടങ്ങിയേട്ടാ. ഇവിടെ മുതൽ കാണാൻ തുടങ്ങിയിട്ട്
നമ്മുടെ വേറെ മുമ്പിൽ കൂടെ ഏറ്റവും അവസാനം വഴി അങ്ങോട്ട് പോവേണ്ട. എന്തായാലും റോഡൊക്കെ അടിപൊളിയായി. ഇപ്പോൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല റോഡ് കാണുന്നു. കണ്ട റോഡ് കണ്ട നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ട് സെറ്റ്. അസലഞ്ചില്ലേ വീഡിയോ എടുക്കാൻ മതി. രാവിലെ ഒരു വീഡിയോ എടുക്കാൻ ക്യാമറ ഈ കാണാൻ ഇങ്ങനെ പോവേണ്ട. ഇങ്ങനെ പോയിട്ട് അപ്പുറം റോട്ടിൽ പോയി ചാടേണ്ട. എന്തായാലും ഇവിടെ വെള്ളക്കെട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീടെത്തിയേട്ടാ. വീടെത്തിക്കഴിഞ്ഞിട്ട് സൈക്കിളിലേക്ക് ആക്കാം. അച്ഛനില്ല, അച്ഛൻ പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ സൈക്കിളിനാണ്ട പോയത്. സൈക്കിൾ ഒരെണ്ണം മേടിച്ചിരുന്നു. അച്ഛൻ പോയി പെട്ടെന്ന് നിർത്തുന്നതാണ്. ഈ സൈക്കിളിന് കുറച്ച് ആൾ ഇനി കറങ്ങലൊക്കെ ഉണ്ടാവും. പുതിയ സൈക്കിളാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് പോക്കിന് തന്നെ ഹാൻഡിൽ നൈസായിട്ടൊന്ന് ഇളകി ഈ പെഡലിൽ ഒന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് തന്നതിൻ്റെ കുഴപ്പമാണ്. പിന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഗേറ്റ് അടക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു കുറുമ്പിക്കോഴിയുണ്ട്. ആ കോഴി പുറത്തേടും. അപ്പുറത്ത് വീട്ടിലേ പൂവനെ നോക്കിയിട്ട് നമ്മുടെ കുറുമ്പിക്കോഴി പുറത്തേടും. യമേ ഞാൻ വന്നു.